വചനം മാംസം ധരിച്ചു നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മൾ കർത്താവിന്റെ മാലാഖയിൽ ചെല്ലുന്നതും അതോടെ ഇന്നത്തെ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ചു കേൾക്കുകയും ചെയ്തൊരു ഭാഗമാണ്. ആദ്യത്തെ വരിയാണത്. ഒറ്റ വരിയിൽ ഈ കാര്യം പറഞ്ഞു തീർത്തെങ്കിലും ഒരു വലിയൊരു ഉപേക്ഷിക്കലിന്റെയും നഷ്ടപ്പെടലിന്റെയും വേദനയുടെയും ഒരു കഥനകഥ ഈ വാക്യത്തിന്റെ പിന്നിൽ പറയാനുണ്ടെന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ വചനത്തെ മാംസം ധരിക്കാൻ അവളുടെ സ്ത്രീ ആയിരിക്കുന്ന അല്ലെങ്കിൽ അമ്മയായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഉണ്ടാകേണ്ട ചില സന്തോഷങ്ങളെയും ചില സൗകര്യങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ചതിന്റെ ഫലമായിട്ടാണ്. എന്തോരം വേദനയിലൂടെ അവൾ കടന്നുപോയിട്ടുണ്ടാവും, എന്തോരം കുറ്റപ്പെടുത്തലിലൂടെ മാറ്റി നിർത്തലിലൂടെ ഒക്കെ കടന്നുപോയിട്ടുണ്ടാവും ആ സ്ത്രീ. പക്ഷെ എന്നിട്ടും അവൾ അതിനു വേണ്ടി ജീവിച്ചതിന്റെ ഫലമാണ് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കാനായിട്ട് അനുവദിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു ആത്മീയ തലത്തിൽ നിന്ന് മാറ്റി ഒരു ഭൗതിക തലത്തിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു ആദർശത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ആ ഒരു ആദർശം എന്റെ മനസ്സിൽ ഒരു വചനം കണക്കെ രൂപവൽക്കരിക്കപ്പെടുന്നു. അതിനെ ജീവൻ കൊടുക്കാൻ, അതിന് മാംസം ധരിക്കാൻ വേണ്ടി ഇവന്റെ ജീവിതം അവൻ ഒഴിഞ്ഞു വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നല്ലൊരു അപ്പനാവാൻ, നല്ലൊരു അമ്മയാവാൻ, നല്ലൊരു വിദ്യാർത്ഥിയാവാൻ, അല്ലെ? ഇപ്പൊ പരീക്ഷയിൽ വിജയിക്കണം എന്ന് പറയുന്ന അവന്റെ മനസ്സിലുള്ള ഒരു ആദർശം, അല്ലെങ്കിൽ അവന്റെ മനസ്സിലുള്ള ഒരു വചനം, അതിന് മാംസം ധരിക്കാൻ വേണ്ടി ചില ഉറക്കങ്ങൾ അവൻ കളയേണ്ടി വരും, ചില സുഖങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഒരപ്പൻ നല്ല അപ്പനാവാൻ അവൻ അവന്റെ ചില സുഖങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അമ്മയും അങ്ങനെ തന്നെ. അപ്പൊ ഏത് ജീവിതത്തിലും ഈ വചനം മാംസം ധരിക്കണമെങ്കിൽ ചില ഉപേക്ഷിക്കലിന്റെ വലിയൊരു കഥനകഥ അതിന്റെ തുടർക്കഥയായിട്ടുണ്ടാവും എന്നുള്ളതാ. അങ്ങനെ ഈ ഒരു പുതിയ വർഷത്തിലെടുത്ത തീരുമാനങ്ങളെ വചനം മാംസം ധരിക്കാൻ, ആ തീരുമാനമാകുന്ന വചനത്തെ മാംസം ധരിക്കാൻ ചില ഇത്തരം വേദനകൾ എടുക്കാനുള്ള ബലം ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമൃദ്ധമായി നൽകട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.